ഹലോ ഗൈസ്, ഇന്നൊരു ഡെസ്ക് ക്ലീനിങ് ആണ്. സത്യം പറഞ്ഞാൽ അതാണ് ഡെസ്ക്. കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതണ്ട ഇതുപോലത്തെ കുറേ ഓർഗനൈസറും കുറേ ബുക്ക്, പേന, അങ്ങനെ കുറേ സാധനങ്ങൾ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഡെസ്കിൻ്റേത്. പിന്നെ ഡെസ്കിൻ്റെ ചെറുതായിട്ടൊരു പൊസിഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രിയമൊഴിൻ്റെ. പിന്നെ അടുത്തായിട്ട് ഇതാണ് ഗൈസ് ഡെസ്ക്. കണ്ടോ, ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഈ സൈഡൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. പിന്നെ അടുത്ത് ഈ ഒരു സൈഡും പിന്നെ ഷെൽഫൊക്കെയാണ് വൃത്തിയാക്കാനുള്ളത്. വേണ്ട ഷെൽഫ് ഇപ്പം കുഴപ്പമില്ല, ബട്ട് കുറച്ചുകൂടി വൃത്തിയാക്കാം. ഈ സമയം 8:19 പിന്നെ നമ്മൾ രാവിലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കാൻ തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വൃത്തിയാക്കലൊന്നുമില്ല, ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഒന്ന് വൃത്തിയാക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് അതുപോലെയൊക്കെയായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തു. എൻ്റെ കുറേ ഓർഗനൈസേഴ്സൊക്കെ വെച്ച് കൊടുത്തു. ഇതുപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഓർഗനൈസറുടെ വീഡിയോ ഇട്ടു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതുപോലെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി. കുറച്ച് മിനി സാധനങ്ങൾ. പിന്നെ നമ്മുടെ കോസ്റ്റർ വെച്ചു. പിന്നെ കുറച്ച് ഇതുപോലെയൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു. ഒക്കെ 3 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ നമ്മുടെ സ്റ്റിക്കർ ഓർഗനൈസർ വെച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം വെച്ചു. പിന്നെന്താണ്, ഇതാണ് ഗൈസ് അടുത്തത്. ഇതാണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ നോക്കി അവസാനം ഇത്രയും സാധനങ്ങൾ വെച്ചു കൂട്ടാം. ഇപ്പം ഇത്രയും സാധനം നമുക്ക് വേണ്ട, അതൊക്കെ മാറ്റിയൊന്നും വെക്കില്ല. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. എന്നാലെന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലെ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഡെസ്കിൻ്റെ ഒരു ലുക്ക്. പിന്നെ നമ്മൾ സൈഡിലായിട്ട് ആ ഒരു ഓർഗനൈസറിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചു. ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ മഷ്റൂം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, ഇപ്പോഴാണ് നോക്കണത്. പിന്നെയാണ് മനസ്സിലായത് ഇത്ര ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളത്. പിന്നെ 2 പെൻ ഹോൾഡർ വെച്ചു. പിന്നെ ഇവിടെ നമ്മൾ 2 ബുക്ക് ഹോൾഡറാണ് വെച്ചത്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയൊരു ബുക്ക് ഹോൾഡറും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചു. ഇതെന്താ അറിയോ, ഇതെൻ്റെ ഡെയിലി പ്ലാനറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡെയിലി പ്ലാനറിൽ ഞാൻ കുറേ പ്ലാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചു. അതൊക്കെ ഞാൻ മായ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചു. പിന്നെ അടുത്തായിട്ട് ഈ സാധനം കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ പേന, ഞാൻ ചോപ്സ്റ്റിക്കായിട്ട് വെറുതെ യൂസ് ചെയ്തതാണ്. പെൻസിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഷാർപ്പ്നറൊക്കെ എടുത്ത് ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ വന്നു എന്ന് വെച്ചു. പിന്നെ ഇതും പെൻ ഹോൾഡറിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ അടുത്തായിട്ട് ഇതാണ് ഞാൻ എപ്പോഴാണ് നോക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫസ്റ്റ് മാറ്റി വെച്ചു. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനം അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഞാൻ കുറേ വാളിൽ കുറേ പ്ലാനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ചു. പിന്നെ ഇതാണ് എൻ്റെ ഫൈനായിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. സത്യം പറഞ്ഞാൽ അത് ഞാൻ നിറയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു കൂട്ടാം. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് അത് വീണ്ടും കുളമായി. കുഴപ്പമില്ല, സീനില്ല. പിന്നെ ഇത് നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പം കാണാൻ ഇങ്ങനെയൊന്നും അല്ല. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലും വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ശരി, ബൈ.